എന്തിനാ ഇതിന്റെ പിന്നാലെ പോകുന്നത്? അള്ളാഹുവിന്റെ റസൂലിനോട് സഹാബാക്കള് പറഞ്ഞു പോയി, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ തിരുദൂതരെ, കുന്നാ റിജാലുൻ യുഅ്തൂനൽ കുഹാൻ, അള്ളാഹുവിന്റെ തിരുദൂതരെ, ഞങ്ങൾക്കിടയിൽ നിന്നും അതേ മനുഷ്യരാ മന്ത്രവാദികളുടെ അടുക്കലേക്ക് പോയിക്കൊണ്ടിരുന്നു നബിയെ. മന്ത്രവാദികളെ പല ആവശ്യങ്ങൾ കൊണ്ടും സഹായിച്ചിരുന്നു നബിയെ. അതേ റസൂലുള്ളാഹിന്റെ കാലത്തും മന്ത്രവാദികളുണ്ടായിരുന്നു. മദീന തയ്യിബയിലും മന്ത്രവാദികളുണ്ടായിരുന്നു. മക്ക മുക്കറമയിലും മന്ത്രവാദികളുണ്ടായിരുന്നു. ആ മന്ത്രവാദികളുടെ അടുക്കലേക്ക് പലരും പോകുമായിരുന്നു നബിയെ. ഉടനെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്റെ സഹാബാ, ആ മന്ത്രവാദികളോടടുക്കലേക്ക് നിങ്ങൾ പോകല്ലേ സ്വഹാബാ, അവരെ നിങ്ങൾ സമീപിക്കല്ലേ സ്വഹാബാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മൻ അതാ അറാഫാ ഫസഅലഹു അൻ ശൈഅ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ പ്രത്യേകിച്ച് കേട്ടുകൊള്ളുക. സഹോദരിമാർക്ക് ഇതിന് വല്ലാത്ത വിശ്വാസമാണ്. അതേ പൊന്നുമോളുടെ കുടുംബത്തിൽ പ്രശ്നമുണ്ടായി, ഭർത്താവിന്റെ കച്ചവടത്തിൽ ബറക്കത്തില്ല, വീട്ടിലൊരു സമാധാനവുമില്ല, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്, മനപ്രയാസമാണ്, വല്ലാത്ത ബുദ്ധിമുട്ടുകളാ. ഉടൻ തന്നെ തൊട്ടടുത്തുള്ള മന്ത്രവാദി ചമഞ്ഞുകൊണ്ടിരിക്കുന്ന ഉസ്താദ് എന്ന പേര് പറയുന്ന കശ്മലന്റെ അടുക്കലേക്ക് 1000-ന്റെയും 5000-ന്റെയും കെട്ടുകളുമായി എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നടന്നു നീങ്ങുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതെന്താണ്? മൻ അതാ അറാഫാ, ആരെങ്കിലും ഒരാൾ അപ്രകാരമുള്ള ജ്യോത്സ്യന്മാരുടെ അടുക്കലേക്ക് പോയാൽ ഭാവികാലത്തെപ്പറ്റി ചോദിച്ചറിയാൻ, ഭൂതകാലത്തെപ്പറ്റി ചോദിച്ചറിയാൻ, ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ പരിഹാര ക്രിയകൾ നടത്തുന്നതിന് വേണ്ടി മന്ത്രവാദികളെയും ജ്യോത്സ്യന്മാരെയും സമീപിക്കുന്നവരുണ്ടല്ലോ. ഹബീബായ റസൂല് ശക്തമായ താക്കീതാ നൽകുന്നത്. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതെന്താണ്? ലം തുഖ്ബലു ലഹു സലാത്തുൻ 40 യൗമാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അപ്രകാരം ജ്യോതിഷന്റെ അടുക്കലേക്ക് പോയാൽ അത് മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, പച്ചക്കുപ്പായം ധരിച്ചവരാകട്ടെ കാവിക്കുപ്പായം ധരിച്ചവരാകട്ടെ, ആരുടെ അടുക്കലേക്കെങ്കിലും നിങ്ങൾ പോയിട്ട് ഭാവിയെയും ഭൂതത്തെ പറ്റിയും അറിയാൻ ശ്രമിച്ചാൽ ലം തുഖ്ബലു ലഹു സലാത്തുൻ 40 ലൈല, 40 ദിനരാത്രങ്ങളിൽ അവന്റെ ഇബാദത്തുകളെ, അവന്റെ നിസ്കാരത്തെ അല്ലാഹുവിന് വേണ്ട. എന്തിനാ എന്റെ പ്രിയ